ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയേക്കാണ്. നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. നിങ്ങൾക്ക് വിഷമമുണ്ടോ? ആർക്കൊക്കെ വിഷമമുള്ളൂ ഇവിടെ? എനിക്ക് മാത്രമാണ് വിഷമമുള്ളൂ. ഉമ്മക്ക് ചെറുതായിട്ടൊരു വിഷമം തോന്നണം. അപ്പൊ നമ്മള് റിസോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പൊ സമയം എത്രയാണ് സാപ്പി? 11:30 ആകുമ്പോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ആംബ്രുദ അവിടെ ഇരിക്കുന്നുണ്ട്. ആംബ്രുവിന് ഉറക്കം വരുന്നിട്ടാ. നമുക്ക് ഇന്ന് വീട്ടിലേക്ക് പോണ വിശേഷങ്ങൾ കാണാം. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ് ഗൈസ്. അപ്പൊ ഉമ്മയും സാപ്പയും കുട്ടാപ്പും കൂടിയിട്ട് കാണാൻ കേട്ടോ. ഇവിടെ ആംബ്രുദ ഉറങ്ങി. അപ്പൊ ഉമ്മ കുറച്ചേരം കണ്ടിട്ട് ഉമ്മയുടെ കയ്യിൽ ഞാൻ ഉണ്ണീനെ കൊടുത്തിട്ട് ഞാൻ ഇറങ്ങും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് ചുറ്റും ഇങ്ങനെ മലയിട്ട് നല്ല കോട പോണതൊക്കെ കാണാണ്ട്. അപ്പം എന്തായാലും ഉമ്മ കുറച്ച് നേരം കാണട്ടെ, കഴിഞ്ഞിട്ട് ഞാൻ കാണാം. അമ്പറ് ഒരു 15-20 മിനിറ്റ് ആയിട്ട് ഇറങ്ങിയിട്ട്. നമ്മൾ ഇവിടെയാണ് കേട്ടോ ഇറങ്ങിയിരിക്കണത്. കണ്ടാ മേലൊക്കെ കോട പോണത് നമുക്കിങ്ങനെ കാണാം കേട്ടോ. ഇവിടെ നോക്കിയൊക്കെ ാണ് ഞങ്ങൾക്ക് ഈ ഒരു സ്ഥലം രഹസ്യമായി കാണിച്ചു തന്നത്. ഇവിടെ അങ്ങനെ ആരും വരാറില്ല എന്നാട്ടെ പറഞ്ഞു. നീ എങ്ങനെ കണ്ട് ആരും വരാത്ത സ്ഥലം കണ്ടുപിടിച്ചു? എന്തായാലും നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ടല്ലേ? ഓവർ തണുപ്പൊന്നുമില്ലേ ഗൈസ്? നല്ല കാറ്റ്. എന്നാ ഞാനൊരു ഡാൻസ് കളിക്കുന്ന ഒരു റീൽ എടുത്താലോ ഇവിടെ? ഈ ട്രിപ്പ് മൊത്തം എനിക്ക് ഡാൻസ് പോയി ബസ്. അപ്പൊ ഒരു ഡാൻസ് വീഡിയോ എടുത്തിരും. അങ്ങനെ നമ്മൾ കുറെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇനി കയറാൻ പോകട്ടെ. മഴ ചാറി തുടങ്ങി. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ഇവിടുന്ന് പോവാം. ഹായ് ഗായ്സ്, അപ്പൊ നമ്മളിതാ വേറെ സ്ഥലത്ത് വണ്ടി നിർത്തിയേക്കാണ് കേട്ടോ, ആംബ്രുവിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇറങ്ങിയ സമയത്ത് നല്ല കോടയായിരുന്നു. ഇപ്പൊ ആ കോട ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ ബാക്കിലൊക്കെ നല്ല കോടയാണ് കേട്ടോ. നമുക്ക് കാണാണ്ടായിരുന്നില്ല വണ്ടി ഓടിക്കുമ്പോൾ. അപ്പൊ നമ്മള് ആംബ്രുവിന്റെ ഫോട്ടോ നേരത്തെ എടുക്കാൻ പറ്റിയില്ലല്ലോ. നേരത്തെ ആംബ്രു ഉറങ്ങായ കാരണം ആംബ്രുവിന്റെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാണ് ഗൈസ്. ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിക്കണം കേട്ടോ. കണ്ട ബാക്കിലുണ്ട് ഐസ്ക്രീം. അപ്പോൾ നമുക്ക് അവിടുന്ന് വാങ്ങിച്ചിട്ട് വരാം. കാരണം നമ്മൾ ചോറ് കഴിക്കാൻ ഇനി അടിയിലെത്തണം. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് വിശപ്പകറ്റാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഐസ്ക്രീം വാങ്ങിക്കാം. ഫസ്റ്റ് ഞാനും സാപ്പിയും വാങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കുറച്ചേരം കൂടി നിൽക്കാം. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. നോക്കി നടക്കണം, കാരണം താഴ്ത്ത് കണ്ടില്ലേ? നമ്മള് നോക്കി നടക്കണം കേട്ടോ. അങ്ങനെ ഇതാ ഐസ്ക്രീം വാങ്ങിക്കുകയാണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചത് സ്പാനിഷ് ഡിലൈറ്റ് ആണ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫ്ലേവറാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ കാഴ്ചയൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിക്കുകയാണ്. ആംബ്രുവിന് ഇത് എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. കാരണം നമ്മൾ കൊടുക്കാറില്ല കേട്ടോ. നമ്മൾ ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് തന്നെ അവന് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയേക്കാണ് കേട്ടോ. ഉമ്മയും സാപ്പയും ചോറാണ് കഴിച്ചത്. ഞാനും കുട്ടാപ്പും ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ഇതൊക്കെ അവരുടെ ഐറ്റംസാണ്. എനിക്ക് എന്തോ ഇന്നത്തെ ഒരു ബിരിയാണി അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാനത് കുറച്ചേ കഴിച്ചുള്ളൂ, ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ഇതാ നമ്മുടെ വീട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടാണ്. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ. കാരണം സമയം ഇതാണല്ലോ. അപ്പോൾ അത്യാവശ്യം ബ്ലോക്കിലൊക്കെ കിടന്നിട്ടാണ് വരുന്നത്. അപ്പം ഞാനൊരു ചെറിയ ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. സാപ്പി ഒരു ചെറിയൊരു ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആംബ്രു കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉറങ്ങിയത്. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ഓരോന്നും പറഞ്ഞും കളിച്ചിട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓരോ സ്ഥലത്തും ഇങ്ങനെ ബ്ലോക്കിൽ കിടന്നിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. എല്ലാവരുടെയും ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതാ ചായ കുടിക്കാൻ വേണ്ടി കയറിയേക്കാണ് കേട്ടോ. ഏത് നേരത്ത് നമുക്ക് ഫുഡ് ലേറ്റായി കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ ചായയുടെ ആ ഒരു സമയത്ത് ഒരു ഗ്ലാസ് ചായ കിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തലവേദന വരും കേട്ടോ. കൂടുതൽ എനിക്ക്, ഉമ്മാക്ക്, കുട്ടാപ്പനും സാപ്പിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മളിതാ ചായയുടെ ഒപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഒരു കടയാണ് കേട്ടോ. കാരണം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ വട്ടയപ്പമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ട്ലേറ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിക്കണേക്കാളും മുന്നേ ആംബ്രുവിന് ഫുഡ് കൊടുക്കും കേട്ടോ. അവനക്ക് റോബസ്റ്റ് പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവനക്ക് വിശപ്പുണ്ടാവില്ല നമ്മൾ കഴിക്കുന്നത് കാണുമ്പോൾ. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സാൻഡ്വിച്ച് അടിപൊളിയായിരുന്നു ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും നല്ല സാൻഡ്വിച്ച് ആയിട്ട് തോന്നി. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതാ വീണ്ടും കാറിൽ കയറി ഇതാ പോയോണ്ടിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് എന്തായാലും വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി, ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഫ്രഷായി. നമുക്ക് ഇനി കെടുക്കാൻ മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പം ഫസ്റ്റ് വീട്ടിലേക്ക് വന്ന സമയത്ത് ഭയങ്കര ടയേർഡായിരുന്നു, കാരണം കുറേ നേരം വണ്ടിയിൽ ഇരുന്നിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയത്. ഇപ്പോൾ സമയം ഒരു 11 മണി 11:30 ആയിട്ടുണ്ട്. നമ്മൾ വീട്ടിലെത്തിയത് 10 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ, കാരണം അത്രയും നേരം നമ്മൾ ബ്ലോക്കിലൊക്കെ പെട്ടിട്ടാണ് വന്നത്. അപ്പം എന്തായാലും നമ്മുടെ വാഗമൺ ട്രിപ്പിൻ്റെ വ്ളോഗൊക്കെ ഇവിടെ അവസാനിച്ചേക്കാണ്. നമ്മൾ വീട്ടിലെത്തി. പിന്നെ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആമ്പൂർ അവിടെ നടന്ന് കളിക്കുന്നുണ്ട്, അതാണ് സൗണ്ട് കേൾക്കണത്. അപ്പം ഇനി എന്തായാലും നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ടാറ്റാ ബൈ ബൈ.